ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു അങ്ങാടിയിൽ സ്പീക്കർ വെച്ച് ഒരു പ്രോഗ്രാമിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഓർത്തു പോകേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്നലെ നമ്മുടെ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ ദുരന്തമാണ്. വാൽപ്പാറ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറിലുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ പാങ്ങ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഒരു സ്കൂളിൽ നിന്നൊരു വാനിൽ ഏതാനും അധ്യാപകന്മാരും അതുപോലെ ജീവനക്കാരും ഒരു യാത്ര പോയതാണ്. ആ യാത്രാവാഹനം ചുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് 9 ആളുകൾ തൽക്ഷണം മരണപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് മലയാള പത്രങ്ങളെല്ലാം നമ്മുടെ വീടുകളിൽ എത്തിച്ചിട്ടുള്ളത്. ആ വാർത്തകളിലൂടെ കടന്നുപോയവരാണ് നമ്മളൊക്കെ. ഇപ്പോഴും നമ്മുടെ ചാനലുകൾ തുറന്നു നോക്കിയാൽ അതിൻ്റെ ലൈവായി കൊണ്ടുള്ള വിശദീകരണങ്ങളും റിപ്പോർട്ടിങ്ങുകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദുഃഖത്തിൽ ഈ സമ്മേളനം പങ്കുചേരുകയാണ്. അള്ളാഹു അതിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് ശാന്തിയും സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിൽ മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ച് അവരുടെ പരലോക ജീവിതം അല്ലാഹു ഏറ്റവും നന്നാക്കി തീർക്കുമാറാകട്ടെ എന്നും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആ വാൽപ്പാറയിൽ നടന്ന ദുരന്തം എത്ര മറക്കാൻ ശ്രമിച്ചാലും നമുക്കാർക്കും മറക്കാൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള അധ്യാപകന്മാർക്ക് കുറച്ചുകൂടെ ആ കാര്യം മനസ്സിനെ നോവുന്ന രീതിയിലാണ് കടന്നു വരിക. കാരണം ഒരു സ്കൂളിൽ നിന്ന് ഒരു യാത്ര പോയിട്ട് ആ സ്കൂളിൽ 2 3 അധ്യാപകർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ അനുഭവമല്ല. അത് ആ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഇവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുക കൂടി വേണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊരു ചിന്ത വേണ്ടത്, ഇത്രയേ ഉള്ളൂ നമ്മൾ എന്നൊരു ഓർമ്മ നമുക്കുണ്ടാവണം. അഹങ്കാരത്തിൻ്റെയും അതിരുവിട്ട ജീവിതത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒക്കെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മടങ്ങിപ്പോരണമെന്ന ഒരു സന്ദേശം കൂടി ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മളൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. എപ്പോഴാണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഒമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഏത് ഭൂമിയിൽ എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാത്മാവിനും അറിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വായിക്കുമ്പോൾ അതിൽ സങ്കടപ്പെടുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതിലപ്പുറം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനായാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, എൻ്റെ കുടുംബമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ സാഹചര്യം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും കൂടുതൽ അള്ളാഹുവിലേക്ക് വിനയാന്വിതരായി മടങ്ങുകയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നിസ്സാരതയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ആർക്കാണ് ഇവരെ സമാധാനിപ്പിക്കാൻ കഴിയുക? ഇന്ന് എല്ലാ റിപ്പോർട്ടർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളെ കാണുമ്പോൾ, ഈ സ്കൂളിലെ കുട്ടികളെ കാണുമ്പോൾ, അവിടെയുള്ള മറ്റ് അധ്യാപകരെ കാണുമ്പോൾ, നാട്ടുകാരെയും കുടുംബങ്ങളെയും കാണുമ്പോൾ എന്തു വാക്ക് പറഞ്ഞിട്ടാണ് അവരെ സമാധാനിപ്പിക്കുക എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതൊരു വസ്തുതയാണ്, അതവർ മനസ്സ് തട്ടി പറയുന്നതാണ്. കാരണം എന്താ പറയാ, സമാധാനിപ്പിക്കാൻ പറ്റുന്ന എന്ത് വാക്കുണ്ട്? എന്നാൽ സങ്കടക്കടലിൽ നീന്തുന്ന ഇതുപോലെയുള്ള ആളുകൾ, കുടുംബങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്ക് സമാധാനത്തിൻ്റെ, നിർഭയത്വത്തിൻ്റെ സന്ദേശം കൊടുക്കാൻ കരുത്തുള്ള, കാമ്പുള്ള, കഴിവുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ മുമ്പിൽ വെക്കുന്ന കാഴ്ചപ്പാട് അതാണ്. എന്താണ് ആ കാഴ്ചപ്പാട്? ജീവിതമെന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനിക്കുന്നതല്ല എന്നതാണ് ആ കാഴ്ചപ്പാട്. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമാണ്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോക ജീവിതമാകുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ ജീവിതത്തിന് പരീക്ഷണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ പരീക്ഷണാലയമാണ്, ഇവിടെ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷാ ഹാളിന്റെ പ്രത്യേകത അതിന് കൃത്യമായ സമയമുണ്ടായിരിക്കുമെന്നതാണ്. പരീക്ഷാ ഹാളിന്റെ പ്രത്യേകത അതിന് ചോദ്യപേപ്പർ ഉണ്ടായിരിക്കുമെന്നതാണ്. പരീക്ഷാ ഹാളിന്റെ പ്രത്യേകത
ആ സമയത്തിനുള്ളിൽ ആ പരീക്ഷ എഴുതിയിരിക്കണമെന്നതാണ്. പരീക്ഷാ ഹാളിന്റെ പ്രത്യേകത അതിനവസാനം ഒരു നീട്ടിയുള്ള ഒരു ബെല്ലുണ്ടായിരിക്കുമെന്നതാണ്. ആ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഉത്തരക്കടലാസുകൾ നമ്മളിൽ നിന്ന് വാങ്ങും. പിന്നെ ആരുടെ ആളായിട്ടും കാര്യമില്ല, നമ്മൾ ആ ഹാളിൽ വിട്ട് പുറത്തിറങ്ങിയേ പറ്റൂ. ഇതുപോലെ ഈ ജീവിതത്തിലേക്ക് നമ്മൾ പിറന്നു വീണപ്പോ, നമുക്ക് കൃത്യമായി നമ്മുടെ സമയമായപ്പോ, നമുക്ക് പ്രായപൂർത്തിയായപ്പോ നമുക്ക് ചോദ്യപേപ്പർ കിട്ടിയിട്ടുണ്ട്. ആ ചോദ്യപേപ്പറിന് നമ്മൾ ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നടത്തുന്ന പരീക്ഷയും ഈ പരീക്ഷയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിന്റെ അജല്, ഇതിന്റെ സമയപരിധി നമുക്കാർക്കും അറിയില്ല എന്നതാണ്. പരീക്ഷ ഹാളിൽ 3 മണിക്കൂറാണ് പരീക്ഷ എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് 3 മണിക്കൂറുണ്ടോ, 30 ദിവസമുണ്ടോ, 30 വർഷമുണ്ടോ, അല്ലാഹു ആലം, നമുക്ക് ആർക്കും അറിയില്ല. അതാണ് വാൽപ്പാറയിൽ നമ്മൾ കണ്ടത്. അവർ തിരിച്ചു വരാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവരുടെ അജൽ അവിടെ വന്നു കഴിഞ്ഞു. അജൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നതാണ്. ലാ യസ്തഖിറൂന ഫീഹാ, അങ്ങോട്ട് പോകൂല ഇങ്ങോട്ടും വരൂല, അവിടെ അവസാനിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ അവസാനിക്കുമ്പോ അവിടെ തീരൂല ജീവിതം. അതുവരെ നമ്മൾ എങ്ങനെ ജീവിച്ചോ ആ ജീവിതത്തിന്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കും, തിന്മയാണ് മനുഷ്യർ ചെയ്തിട്ടുള്ളതെങ്കിൽ അവരെ നരകത്തിലേക്കും കൊണ്ടുപോകും എന്നതാണ് ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്, അളന്നു തൂക്കിയ വാക്കുകളാണ്. ഏ മനുഷ്യരെ, നിങ്ങളെല്ലാവരും മരിക്കുമെന്നല്ല ആ വാചകത്തിന്റെ അർത്ഥം. നിങ്ങളെല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്നതാണ്. അതേ മനുഷ്യൻ മരിക്കുമ്പോഴുള്ള ഒരു വേദനയുണ്ട്. ആ വേദന ആസ്വദിച്ചുകൊണ്ടല്ലാതെ ഇവിടെ പറന്നു വീണ ഒരാളും മടങ്ങിപ്പോവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതോടുകൂടി അവസാനിക്കുകയല്ല. നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നത് ഖിയാമത്ത് നാളിലായിരിക്കും. അത് ഇവിടെ വെച്ചുകൊണ്ടല്ല, ഇവിടെ വെച്ചുകൊണ്ടല്ല. ആ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ആരകറ്റപ്പെടുകയും ആ സുന്ദരമായ സ്വർഗത്തിൽ ആര് പ്രവേശിക്കപ്പെടുകയും ചെയ്തുവോ ഫഖദ് ഫാസ്, അവരാകുന്നു വിജയികൾ. എന്താണ് ആ വാക്ക് നോക്കൂ നിങ്ങൾ. വിജയം എന്ന് പറഞ്ഞാൽ പരീക്ഷയിലുള്ള വിജയമല്ല യഥാർത്ഥത്തിലുള്ള വിജയം. വിജയമെന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കച്ചവടം ചെയ്ത് ലഭിക്കുന്ന ലാഭമല്ല അതിലുള്ള വിജയം, യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 9-ാം തീയതി കേരളത്തിലെ മുഴുവൻ മനുഷ്യന്മാരും, 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ മനുഷ്യന്മാരും വോട്ട് ചെയ്ത് പെട്ടിയിലിട്ട ആ ഒരു ഇലക്ഷന്റെ റിസൾട്ട് മെയ് 4-ാം തീയതി എണ്ണുമ്പോൾ ലഭിക്കുന്ന ഭൂരിപക്ഷമാർക്കാണോ, ആ ഭൂരിപക്ഷത്തെയല്ല ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത്. മറിച്ച് അന്നത്തെ ദിവസം ഒരുപക്ഷെ എല്ലാ സ്ഥാനാർത്ഥികളും ജീവിച്ചിരിക്കുമെന്ന് ആർക്കുറപ്പ് പറയാൻ കഴിയും? കാരണം എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നല്ല വലിയ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച വ്യക്തി തന്നെ സത്യപ്രതിജ്ഞ ചെല്ലാൻ കാത്തിരിക്കാതെ മരണപ്പെട്ടു പോയ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഇതൊന്നുമല്ല ശാശ്വതമായ വിജയമെന്ന് പറയുന്നത്. മറിച്ച് നാളെ പരലോകത്ത് മനുഷ്യന്മാർക്ക് മരണമില്ലാത്ത ഒരു ജീവിതമുണ്ട്. അവിടെ സ്വർഗം കിട്ടുക എന്നതാണ് ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണമാണെങ്കിലും ശരി, വൈകിയുള്ള മരണമാണെങ്കിലും ശരി, മരണത്തിന്റെ മുമ്പിൽ ഒരിക്കലും അവർ പകച്ചു നിൽക്കുകയില്ല. പത്രക്കാർക്കും ചാനലുകാർക്കും പറയാൻ കഴിയാത്ത ഒരു മറുപടിയാണിത്. ഈ മറുപടിയുടെ കരുത്തിന്റെ പേരാണ് നിർഭയത്വം എന്ന് പറയുന്നത്. ആ നിർഭയത്വം മാനവരാശിക്ക് വിശുദ്ധ ഖുർആൻ ഓഫർ ചെയ്യുന്നത് വിശുദ്ധമായ തൗഹീദിലൂടെയാണ്. ആ തൗഹീദ് ഉൾക്കൊള്ളുന്നതിലൂടെയാണ് മനുഷ്യൻ നിർഭയനാകുന്നത്.